കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പഠനോത്സവം നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ അവതരണവും പ്രദർശനവും കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു. നിശ്ചിതമാക്കപ്പെട്ട കുഞ്ഞുങ്ങളെ മാത്രമാണ് ഓരോ കാര്യത്തിലും കായികമേളയ്ക്കാണെങ്കിലും കലാമേളയ്ക്കൊക്കെ ആണെങ്കിലും കൊണ്ടുപോകുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ വ്യത്യസ്തങ്ങളായ ഇടങ്ങളുണ്ട്. സ്കൂൾ തലം തൊട്ടേ അത് തുടങ്ങുകയാണ്. ഇനി ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങളുടെ അഭിനയശേഷിയോ അല്ലെ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരു റീൽസ് എടുത്ത് വേണമെങ്കിൽ ഇടാവുന്ന ഒരു സാഹചര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ നിങ്ങൾ ദുരുപയോഗം ചെയ്യാതെ അധ്യാപകരെയും രക്ഷിതാക്കളുടെയും പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ എല്ലാവിധ പിന്തുണയും എല്ലാ കാര്യത്തിനും ഞങ്ങളെ കൊണ്ടാകും. ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് വന്നപ്പോഴും ഞാൻ MLA ആയിട്ട് ഇവിടെ സാർ പറഞ്ഞു, MLA ആയിട്ട് ഇവിടെ വന്നപ്പോഴും MLA ഞാൻ പറഞ്ഞ കാര്യമാണ്. കാര്യം കുറച്ച് കാര്യക്ഷമമായിട്ട് ഇടപെടാൻ കഴിയുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് ആവശ്യമായ തരത്തിൽ നമുക്ക് ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLAയും അത് ആ രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ വെസ്റ്റാളിന്റെ പ്രവർത്തനം കുറച്ച് മന്ദീഭവിച്ചിരിക്കുകയാണ്. ഈ കോടതിയെ തന്നെ തുറക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ MLAയും നമുക്കൊപ്പമുണ്ട്. നഗരസഭ എന്ന രൂപത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളൊപ്പമുണ്ട്. എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും നല്ല കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തും. ഈ യോഗം ഔപചാരികമായ ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന്റെ ഓരോ പീരീഡിലും ഓരോ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കഥാപാത്ര നിരൂപണം എഴുതാന്, അല്ലെ, ഒരു പ്രയോഗഭംഗി കണ്ടെത്താന്, പിന്നെന്താണ് ഒരു വർണ്ണഭംഗി കണ്ടെത്താന്, ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാന്, അങ്ങനെ എന്താണ് ഒരു ആസ്വാദന കുറിപ്പിന്റെ തലത്തിലേക്ക് ഉയർന്നു വരുന്ന പടിപടിയായി വികസിക്കുന്ന ഒരു ക്രമമാണ്. അപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു വർഷം പഠിച്ചു കഴിയുമ്പോൾ ഒരു ആസ്വാദന കുറിപ്പ് എഴുതുന്നതിൽ അവൻ കൈവരിക്കുന്ന മികവ് എന്താണെന്നാണ് ഇവിടെ ബോധ്യപ്പെടേണ്ടത്, പഠനോത്സവത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത്. അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും? എങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്താൻ? നിങ്ങൾക്ക് ക്ലാസ് റൂമുകളിൽ ടീച്ചർ നിങ്ങളോട് കവിതയ്ക്കോ കഥയ്ക്കോ നല്ല മികച്ച ആസ്വാദന കുറിപ്പ് തയ്യാറാക്കിയ ആ ആസ്വാദന കുറിപ്പുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു പതിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠനോത്സവത്തിൽ പ്രസന്റ് ചെയ്യാം. മൊബൈൽ ദിവസ സംരക്ഷണത്തിന്റെ ഭാഗമായി പഠനം പാൽപായസമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആശയമാണ്. അങ്ങനെ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന പഠനോത്സവം. സ്വാഭാവികമായും മാർച്ച് മാസത്തിൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. മാർച്ച് മാസത്തിൽ നടക്കേണ്ടിയിരുന്ന പ്രോഗ്രാം നിങ്ങളെല്ലാം വിളിച്ചു വരുത്തി ഒരു വർഷത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പല വിധത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. PTA പ്രസിഡന്റ് ബിജു സൂര്യാസ് അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ ശശി കന്നിക്കാവിൽ സ്വാഗതം പറഞ്ഞു. BRC ട്രെയിനർ ഗായത്രി ജെ, ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ വി അനിൽ ബോസ്, ഷാഹിദ, സീനിയർ അസിസ്റ്റന്റ് ലത ജോൺ, വിദ്യാരംഗം കൺവീനർ ഷാജഹാൻ, PTA അംഗങ്ങളായ നിഷാദ് പടിപ്പുര, സുനിൽകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ശശി എസ് കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് 8, 9 ക്ലാസുകളിലെ കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണവും നടത്തി. താരക പെണ്ണാളെ കതിരാടും ഇഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ പണിയാടും ഓര പറിച്ചാട്ടെ തക തക താത്തിനും തക തെയ്താരം തകതിനും തക തെയ്താരം താത്തിനും തക തകതിനും തക തകതിനും തക തെയ്താരം. CDNet ന്യൂസ് കായംകുളം.